എവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഏത് യുദ്ധങ്ങളിലും സൗദി അറേബ്യയുടെ നിലപാട് എല്ലാവരും വളരെയധികം ആകാംക്ഷയോടെ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. മറ്റ് അറബ് രാഷ്ട്രങ്ങളെക്കാൾ സൗദിയുടെ നിലപാടുകളും അഭിപ്രായങ്ങളും വളരെ നിർണായകമായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിലും കൂട്ടക്കൊലകളിലും സൗദിയുടെ ഇടപെടലുകൾ ഉണ്ടാവാത്തതും അത് അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കാൻ തയ്യാറാവാത്തതിലും സൗദിയെ കുറ്റപ്പെടുത്തുന്നവർ ഏറെയാണ്. എന്നാൽ സൗദിയുടെ ഉൾഭയം പുറം ലോകം അറിയാതെ പോകുന്നതാണ് അവരെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഗസയേക്കാൾ വലിയ ഭീഷണിയാണ് സൗദിയുടെ മുന്നിലുള്ളത് എന്നതാണ് വാസ്തവം. നെതന്യാഹുവിന്റെ വിശാല ഇസ്രായേൽ എന്ന കാഴ്ചപ്പാടിലും അയാൾ കൊണ്ടു നടക്കുന്ന ഇസ്രായേലിന്റെ പുതിയ മാപ്പിലും സൗദി അറേബ്യയുടെ ഭാഗങ്ങളും ഉൾപ്പെടുന്നു എന്നത് സൗദിയെ വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു വശത്ത് ഇസ്രായേലും അമേരിക്കയും യൂറോപ്പും ഉൾപ്പെടുന്ന സഖ്യകക്ഷികളും മറുവശത്ത് ഇറാനും അവരുടെ പ്രോക്സികളും അടങ്ങിയ സംഘത്തിനിടയിൽ പെട്ടിരിക്കുന്ന ഒരു കുഞ്ഞാടാണ് സൗദി എന്ന് പറയേണ്ടതുണ്ട്. കൂടാതെ ഭീകര സംഘടനകളായ IS, അൽ ഖായിദ എന്നിവയിൽ നിന്നുള്ള ഭീഷണിയും സൗദി നേരിടേണ്ടി വരുന്നു. അതുമാത്രമല്ല, സൗദിയിലെ രാജകുടുംബത്തിനെതിരായിട്ടുള്ള വെല്ലുവിളികൾ വേറെയുണ്ട്. ഈ ആഭ്യന്തര കലാപങ്ങളെയും ഭീഷണികളെയും നേരിടാൻ വേണ്ടി സൗദി റോയൽ ലാൻഡ് ഫോഴ്സിൽ 70,000-ലധികം സൈനികരെയാണ് നിയോഗിച്ചിട്ടുള്ളത്. പിന്നെയുള്ള ഭീഷണി യമൻ, ഇറാഖ് തുടങ്ങിയ രാഷ്ട്രീയപരമായി അസ്ഥിരതയുള്ള രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നതിനാൽ അതും ഒരു ഭീഷണിയായി സൗദിയുടെ മുന്നിലുണ്ട്. ഈ അതിർത്തികൾ സംരക്ഷിക്കാൻ 50,000-ലധികം സൈനികരെയാണ് സൗദിക്ക് വേണ്ടി വരുന്നത്. ഇങ്ങനെ അനേകം ഭീഷണികൾ നിലനിൽക്കുന്നത് കൊണ്ട് സൗദിയുടെ പ്രതിരോധ വാർഷിക ബജറ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റുകളിൽ ഒന്നാണ് എന്നാണ് നമ്മൾ അറിയേണ്ടത്. പിന്നെ അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ മിസൈലുകൾ, അമേരിക്കയുടെ അംബ്രാസ് ടാങ്കുകൾ, കവചിത വാഹനങ്ങൾ, പീരങ്കികൾ തുടങ്ങി ആയുധങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെങ്കിലും ഇതെല്ലാം പ്രയോഗിച്ച് വീരനാകാൻ പറ്റുന്ന ഒരു രാജ്യവും സൗദിയുടെ മുന്നിലില്ല എന്നുള്ളതാണ് സത്യം. ചുറ്റും കിടക്കുന്നത് മുഴുവൻ പുലികളാണ്. അതുകൊണ്ട് സൗദിക്ക് ഈ ആയുധങ്ങളൊക്കെ ഒന്ന് പ്രയോഗിച്ച് അതിൻ്റെയൊക്കെ ഒരു ശക്തി പരിശോധിക്കാൻ പോലും കഴിയുന്നില്ല എന്നുള്ളതാണ്. സൗദിയേക്കാൾ വലിയ കൊമ്പന്മാരാ അപ്പുറത്ത് കിടക്കുന്നത്. ഇങ്ങനെയൊക്കെ ഭീഷണികൾ നിലനിൽക്കുന്നതുകൊണ്ട് ആർക്കെതിരെയും യാതൊരുവിധ പ്രകോപനവും ഉണ്ടാവാത്ത തരത്തിലാണ് സൗദിയുടെ വാക്കുകളും പ്രവൃത്തികളും ഒക്കെ ഉണ്ടാകുന്നത്. ശരിക്കും അവർ പേടിച്ച് മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും സമാധാനത്തിൻ്റെ വാക്കുകളാണ് സൗദിയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പശ്ചിമേഷ്യയിൽ ഉണ്ടാകുന്ന എല്ലാ സമാധാന ഉടമ്പടികളുടെയും മധ്യസ്ഥനായി നിൽക്കുന്നത് മിക്കവാറും ഒക്കെ സൗദി തന്നെയാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമെല്ലാം സൗദിയുടെ മധ്യസ്ഥത തേടുന്നതായിട്ട് നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇസ്രായേലുമായി നയതന്ത്രബന്ധം ആരംഭിക്കാനും അബ്രഹാം കരാറിൽ ഒപ്പുവെക്കാനും അമേരിക്ക കാലങ്ങളായി സൗദിയെ ഇങ്ങനെ നിർബന്ധം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അമേരിക്കയുടെ പ്രഷർ ഇങ്ങനെ കൂടിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം കരാറിൽ ഒപ്പിടാനും ഇസ്രായേലുമായി നയതന്ത്രബന്ധം ആരംഭിക്കാനുമൊക്കെ തയ്യാറായിരിക്കുന്ന സമയത്താണ് ഇറാന്റെ നിർദ്ദേശപ്രകാരം ഹമാസ് ഇസ്രായേലിലേക്ക് ഒരു ആക്രമണം നടത്തിയതും അതിനുശേഷം ഈ ഗസ യുദ്ധം ആരംഭിക്കുന്നതും. ശരിക്കും ഇവർ തമ്മിലുള്ള ഈ ഇടപാടിനെ പൊളിക്കാൻ വേണ്ടി ഇറാൻ കരുതിക്കൂട്ടി ഹമാസിനെ കൊണ്ട് ജയിച്ചൊരു പരിപാടിയാണ് ഈ ഗസ യുദ്ധം എന്നത്. യുദ്ധം ഒരു കണക്കിന് സൗദിക്ക് ആശ്വാസമാണ് ഉണ്ടാക്കിയത് എന്ന് വേണം പറയാൻ. എങ്കിലും സൗദിയുടെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി ഇറാൻ തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം. ഗൾഫ് മേഖലയിലെ സ്വാധീനത്തിനായി സൗദിയും ഇറാനും തമ്മിൽ കാലങ്ങളായിട്ട് മത്സരങ്ങൾ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നതിന് സൗദി എതിർക്കുന്നത്. തന്നെയുമല്ല, സൗദിയും ഇറാനും തമ്മിൽ ഒരു ഷിയ സുന്നി പ്രശ്നം നിലനിൽക്കുന്നുമുണ്ട്. ഇതെല്ലാം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രാദേശിക പോരാട്ടത്തിന്റെ കാരണങ്ങളായി മാറുന്നുണ്ട്. ഈ ഷിയ സുന്നി പ്രശ്നമുള്ളതുകൊണ്ടാണ് 2015 അന്നത്തെ യമനിലെ സുന്നി ഭരണകൂടത്തിന് പിന്തുണ നൽകിക്കൊണ്ട് സൗദി ഹൂത്തികളുമായി ആക്രമണത്തിൽ തയ്യാറാവേണ്ടി വന്നത്. അത് സൗദിക്ക് വലിയ പാരയായിട്ടാണ് മാറിയത്. മിണ്ടാണ്ട് മൂലക്കെങ്ങാണം മാറിയിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. അവന്മാരെങ്ങനെയെങ്കിലും അങ്ങോട്ട് തമ്മിലടിച്ച് തീർത്തോട്ടെ എന്ന് സൗദി വിചാരിച്ചാൽ മതിയായിരുന്നു. അത് ചെയ്യാതെ അതിനകത്തൂടെ കയറിയിട്ട് ഷിയ സുന്നി കളിക്കാൻ പോയി. അതിൻ്റെ കുഴപ്പമാണ് സൗദിയും ഹൂത്തികളും തമ്മിൽ 5-8 കൊല്ലമായിട്ട് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. സുന്നി സവർണത എന്ന് വേണേൽ പറയാം. ഈ സൗദികളൊക്കെ ഷിയാക്കളെ ഈ വണ്ടൺ ആയിട്ടാണ് കാണുന്നത്. വണ്ടൺ എന്ന് പറഞ്ഞാൽ കറണ്ട് 220 വണ്ടണ്ണും ഉണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ സുന്നികൾ വലിയ 220 ഭയങ്കരമായ പവറുള്ള ആൾക്കാരും, ഷിയാക്കൾ വണ്ടൺ അതിൻ്റെ പകുതിയേ ഉള്ളൂ. കാരണം സ്വർഗത്തിലേട്ട് മുഴുവൻ കയറ്റത്തില്ല, അകത്ത മുറിയിലൊന്നും കയറാൻ പറ്റത്തില്ല. വാതിക്കലും ആ തിണ്ണയിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കാം വണ്ടൺ എന്ന് പറയുമ്പോൾ. ഇതാണ് ഈ സൗദികൾക്ക് അരിഞ്ഞിരിക്കുന്ന ഈ സുന്നികളും ഷിയാക്കളുമായിട്ടുള്ള പ്രശ്നം. അതിൻ്റെ കുഴപ്പമാണ് ഇമാരെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നത് എന്നുള്ളതാണ്. എല്ലാ മുസ്ലിങ്ങളല്ലേ ഒരുമിച്ചങ്ങ് കണ്ടാൽ പോരെ? പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടി ഒരുമിച്ചാണ് നിൽക്കേണ്ടത്. അതിന് പകരം അവിടെ ചേരി തിരിഞ്ഞുകൊണ്ട് സുന്നി ഷിയ കളിച്ചുകൊണ്ട് തമ്മിലടിച്ച് തല്ലിക്കീറുക,
ഇത് മുതലെടുക്കുന്ന ആരാണ്? പുറത്തുനിന്നുള്ള ജൂതൻ, അല്ലെങ്കിൽ അമേരിക്ക, യൂറോപ്പ് എല്ലാം. ജൂതനപ്പുറത്ത് നിന്മാരുടെ വേര് മാന്താണെന്ന് ഇവരെ അറിയുന്നില്ല. എന്നിട്ടും പരസ്പരം വൈരാഗ്യമാണ്. ഇറാൻ വളരരുത്, അതല്ലെങ്കിൽ മറ്റ് ഷിയ വിഭാഗത്തിൽപ്പെട്ട ഒരു രാജ്യവും വളരരുത് എന്നാണ് ചിന്തിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വലിയ തകരാറാണ് മിഡിൽ ഈസ്റ്റ് ഇപ്പം നടക്കുന്നത്. എന്നാൽ ഈ സ്ഥിരമായ വൈരാഗ്യം കൊണ്ട് വലിയ കാര്യമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പം ഇറാനുമായി സൗദി അറേബ്യ ഒരു നയതന്ത്ര ബന്ധത്തിനൊക്കെ തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ മധ്യസ്ഥത ചൈനയാണ്. ചൈന പറഞ്ഞ് നിങ്ങൾ കാക്കാമാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. മറ്റുള്ളവരത് മുതലെടുക്കാൻ ശ്രമിക്കും. അതിന് പകരമായിട്ട് നിങ്ങൾ തമ്മിൽ കൈ കൊടുത്ത് ഒരുമിച്ച് തോളൊക്കെയായിട്ട് നിന്നാൽ നിങ്ങൾക്കത് ഗുണം ചെയ്യും. അതുകൊണ്ട് സൗദി ഇറാനുമായി ഒരു നയതന്ത്ര ബന്ധത്തിനൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ തയ്യാറായത് തന്നെ ഇറാൻ പറഞ്ഞാൽ കേൾക്കുന്ന ഹൂത്തികളെ ഒതുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഈ 8 വർഷമായിട്ട് സൗദിയും ഹൂത്തികളുമായി യുദ്ധം ചെയ്യുന്നതിന് പ്രയോജനകരമായ ഒരു കാരണവുമില്ലെന്നുള്ളതാണ് വാസ്തവം. സൗദിയെ സംബന്ധിച്ച് എണ്ണ വിറ്റ് കിട്ടുന്ന കാശ് മുഴുവൻ ഹൂത്തികളുമായി പടക്കം പൊട്ടിച്ച് കളയേണ്ടി വരികയാണ്. ഇസ്രായേലുമായി കൂട്ടുകൂടി ഇറാനെ പൊട്ടിക്കാം എന്ന ഒരു ചിന്തയാണ് സൗദിയുടെ ഉള്ളിൽ ആദ്യം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഹൂത്തികളൊന്നും കാര്യമാക്കാതെ അവരുമായിട്ട് ഇങ്ങനെ നിരന്തരം യുദ്ധം സൗദി ചെയ്തുകൊണ്ടിരുന്നത്. ഇറാനുമായി ഇസ്രായേൽ ഉണ്ടാക്കിയ യുദ്ധത്തിന് ശേഷം സൗദിക്ക് അല്പം ബോധം വന്നിട്ടുണ്ട്. ഇറാനെ, അമേരിക്കയെ, ഇസ്രായേലൊന്നും വിചാരിച്ചു കഴിഞ്ഞാൽ പൊളിക്കാൻ പറ്റില്ല എന്ന്. അതുകൊണ്ട് ഇപ്പോൾ ഒരു നയതന്ത്രത്തിന് തയ്യാറായിട്ടുണ്ട്. നയതന്ത്രമാണ് നല്ല ബുദ്ധി എന്നുള്ളതാണ് വസ്തുത. നിലവിലിപ്പോൾ സൗദിയും ഹൂത്തികളും ഒക്കെ തമ്മിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ സമാധാന ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ചെങ്കടലിൽ ഈ ഹൂത്തികൾ നടത്തുന്ന കപ്പലാക്രമണങ്ങൾ വലിയ പ്രശ്നമാണ് സൗദിക്ക് സൃഷ്ടിച്ചിട്ടുള്ളത്. അവർക്ക് വലിയ തലവേദനയാണ്. മര്യാദയ്ക്ക് സൗദിയിലേക്കോ അല്ലെങ്കിൽ മറ്റ് പ്രദേശങ്ങളിലേക്കൊന്നും വ്യാപാര കപ്പലുകൾക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. അതിന് ഹൂത്തികളുടെ പ്രത്യേക അനുമതിയൊക്കെ വേണ്ടി വരുന്നതുകൊണ്ട് അതിപ്പോൾ സൗദിക്കാണ് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. ഇറാൻ വഴി ഹൂത്തികളെ സ്വാധീനിക്കാൻ കഴിഞ്ഞെങ്കിലും ചെങ്കടൽ ഒരു ശാശ്വതമായ പരിഹാരമല്ലെന്ന് സൗദിക്കറിയാം. അതിന് പകരമായിട്ട് മറ്റൊരു വഴി തേടുന്നതാണ് നല്ലത് എന്നാണ് ഇപ്പോൾ സൗദി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഹൂത്തികളുടെ മിസൈൽ കാര്യമായി എത്താത്ത ചെങ്കടലിലെ സുരക്ഷിത ഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ വ്യാപാര പാത നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സൗദി ഇപ്പോഴും ഉള്ളത്. ഈ ഹൂത്തി ആക്രമണങ്ങൾ കൂടുതൽ നടക്കുന്ന ചെങ്കടലിലെ തെക്കൻ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. അതായത് യമന് അടുത്തുള്ള ബാബിൽ മന്ദാബ് കടലിടുക്ക് ഭാഗത്ത് വരും. എന്നാൽ ചെങ്കടലിലെ വടക്കൻ ഭാഗത്ത് കാര്യമായിട്ട് ആക്രമണങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഈ ചെങ്കടലിലെ ഈ വടക്കൻ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പുതിയൊരു വ്യാപാര ഇടനാഴി നിർമ്മിക്കാൻ വേണ്ടി സൗദി ഇപ്പോൾ തയ്യാറാകുന്നത്. അതിന് കാരണം ഈ വടക്കൻ മേഖലകളെന്ന് പറയുന്നത് സൗദിയുടെ ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളും മറ്റ് സംരക്ഷണങ്ങളും എല്ലാം ഉള്ള ഒരു പ്രദേശമാണ്. ഇനി അഥവാ ഹൂത്തികൾ ആക്രമിച്ചാലും അത് തടയാൻ സൗദി അറേബ്യയ്ക്ക് നിഷ്പ്രയാസം കഴിയുകയും ചെയ്യും. സൗദിയുടെ വടക്കുള്ള തബൂക്കിൻ്റെ ഭാഗമായിട്ട് വരുന്ന നിയോം പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് വിഷൻ 2030 എന്ന സൗദിയുടെ ഭീമൻ സ്വപ്ന പദ്ധതി തയ്യാറാവുന്നുണ്ട്. ഇപ്പോൾ നിയോം പോർട്ട് വഴി ഈജിപ്തിലേക്കും ഇറാഖിലേക്കുമൊക്കെ ചരക്ക് നീക്കം നടത്താനുള്ള ഒരു പുതിയ വ്യാപാര പാതയാണ് അവരിപ്പോൾ വേഗത്തിൽ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. പണ്ട് ദുബായ് എന്നാണ് സൗദി ഈ പ്രദേശത്തെ വിളിച്ചുകൊണ്ടിരുന്നത്. അതിന് പേര് മാറ്റിയിട്ടാണ് ഇപ്പോൾ നിയോം എന്നാക്കിയിരിക്കുന്നത്. ഈ വിഷൻ 2030 എന്ന് പറഞ്ഞുകൊണ്ട് സൗദി വളരെ വ്യാപകമായ രീതിയിൽ പരസ്യം ചെയ്യുകയും നിയോമിൻ്റെ ആദ്യത്തെ പ്രധാന നിർമ്മിതികളിൽ ഒന്നായ ചെങ്കടലിലെ ഒരു ആഡംബര ദ്വീപ് റിസോർട്ടായ സിൻഡാലയുടെ ഔദ്യോഗിക ഉദ്ഘാടനം ഇക്കഴിഞ്ഞ ഒക്ടോബർ 24 അവർ നടത്തിയത്. പിന്നെ ഈ നിയോം പദ്ധതിയുടെ ഏറ്റവും വലിയ ആകർഷണമായ ദി ലൈൻ എന്ന ഒരു 170 കിലോമീറ്റർ നീളമുള്ള സ്മാർട്ട് നഗരത്തിൻ്റെ നിർമ്മാണമാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 2030 ഇതിൻ്റെ ആദ്യഘട്ടമായ 16 കിലോമീറ്റർ നഗരം പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് സൗദി ഇപ്പോൾ വിശ്വസിക്കുന്നത്. ആ ഒരു തിരക്കിലാണ് അവർ പണികൾ പുരോഗമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ള മറ്റൊന്ന് കടലിൽ സ്ഥിതി ചെയ്യുന്ന വ്യവസായ നഗരമായ ഓക്സാഗണിൻ്റെ തുറമുഖ നിർമ്മാണമാണ്. ഈ തുറമുഖത്തെയാണ് ചെങ്കടലിലെ വ്യാപാര പാതയുടെ പ്രധാന കേന്ദ്രമായിട്ട് സൗദി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടേക്കാവും ചരക്കുകൾ വരുന്നതും പോകുന്നതുമെല്ലാം ഓക്സാഗൺ എന്ന ഒരു തുറമുഖം. പണ്ടൊക്കെ സൗദിയിലൊക്കെ ടൂർ പോകുക എന്ന് പറയുന്നത് പരിഹാസ്യകരമായ ഒരു കാര്യമായിരുന്നു. കാരണം അവിടെ ഈ മുത്തവ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട്. മുത്തവ എന്ന് പറഞ്ഞാൽ അവിടുത്തെ മതപണ്ഡിതന്മാരുടെ ഒരു വിഭാഗം. അറിയാവുന്നവർക്ക് അവിടെ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യമാണ്. റൂമിലൊക്കെ കയറിയിട്ട് നമ്മുടെ സകല കളസം മരന്മാരഴിച്ചിട്ട് തപ്പും. എന്താ അതിനകത്ത് പൊളിപ്പിച്ച് വെച്ചിരിക്കാണ്ട് വലിയ കൊള്ളക്കാർ താമസിക്കുന്ന പോലെയാണ് വിദേശികളൊക്കെ ഇവന്മാർ കാണുന്നത്. എന്നിട്ട് പള്ളിയിലിട്ടേക്ക് തല്ലി ഓടിക്കുക. ഇവന്മാർ ഉത്തരവാദിത്തം എടുക്കുക, പള്ളിയിൽ ആൾ ഫുള്ളാക്കി കൊടുക്കാമെന്നുള്ളത്. അതിനുവേണ്ടി ശമ്പളം കൊടുത്തിട്ട് ചുമ്മാ വണ്ടിയിൽ കറങ്ങി നടക്കുകയാണ്. ഒരു പണിയിൽ ഉമ്മാർ നിസ്കാരത്തിനൊന്നും പോകില്ല. സമയമാകുമ്പോൾ ഇവന്മാരിങ്ങനെ കറങ്ങി എല്ലാം പോയി അസലാന്ന് പറഞ്ഞ് പോകുമെന്നല്ലാതെ ഇവന്മാർ പള്ളിയിലോട്ട് പോകില്ല. ഇങ്ങനത്തെ കടക്കാരെ എനിക്കറിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് പറയുന്നത്
ഇവന്മാരേതെങ്കിലും സമയത്തൊക്കെ ആയിരിക്കും നിസ്കരിക്കുന്നത്. വിദേശികളെ കൊണ്ട് കൃത്യമായിട്ട് നിസ്കരിക്കണം, അതും മുസ്ലിങ്ങളല്ലാത്തവരും കൂടെ നിസ്കരിക്കണം. അങ്ങനത്തെ ഒരു നിലപാടായിരുന്നു ഉമ്മാരെടുത്തിരുന്നത്. ഉമ്മാരുടെ അധികാരം അങ്ങോട്ട് കൂടി, പോലീസിനേക്കാൾ പവറാണ് ഇവർക്ക്. ഇവരുടെ ഭരണം അങ്ങോട്ട് കൂടി വന്ന് ജനങ്ങൾ മുഴുവൻ ലാസ്റ്റ് എതിർപ്പായി. കൃത്യമായി കടയടയ്ക്കാൻ ഒരു 2 മിനിറ്റ് വൈകിക്കഴിഞ്ഞാൽ ഉടനെ വന്ന് പിടിച്ചോണ്ട് പോവുക. വെറും ഒരു വല്ലാത്ത രീതിയിലൊക്കെ നമ്മളെ ഒരു കൊച്ചാക്കുന്ന രീതിയിലാണ് സമീപിക്കുന്നത്. നമ്മൾ വിദേശികളാണ്, നമ്മളോട് എന്തു ആകാം എന്നൊരു നിലപാടൊക്കെ ആയിരുന്നു. ഏതായാലും ഉമ്മാരുടെ അഹങ്കാരം തീർന്നു. മൊത്തം എല്ലാവരും ഒഴിവാക്കിയിട്ട് എല്ലാവരും വീട്ടിൽ പോയിരുന്നോ എന്ന് പറഞ്ഞ് എല്ലാവരും ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ട് ഒക്കെ നാട്ടുകാർ വേണേൽ സൗകര്യം ഉണ്ടെങ്കിൽ പോയി നിസ്കരിച്ചോളും എന്നുള്ള നിലപാട് സ്വീകരിച്ചതോടെ ഇപ്പം സൗദി കുറേ ഡെവലപ്പായി. സ്ത്രീകൾക്കൊക്കെ ഒരുപാട് ഫ്രീഡം കൊടുത്തു, പർദ്ദ നിർബന്ധമില്ല, ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ സൗദിയിൽ വികസനം വന്നിട്ടുണ്ട്. സിനിമാ തിയേറ്റർ, ബാർ വരുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. ആയിക്കോട്ടെ, നേരത്തെ ഉണ്ട് കേട്ടോ, അമീറന്മാരുടെയൊക്കെ ഇതിൽ ബാറുകളൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ സൗദി ടൂറിസത്തെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വിഷൻ 2030 ഭാഗമായിട്ട് ഈ നിയോമിൽ ടൂറിസത്തെയും അവർ പ്രൊമോട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ഇവിടെയുള്ള പർവ്വത പ്രദേശത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഒരു ടൂറിസം പ്ലാൻ ചെയ്തത്. ഈ തബൂക്ക് പ്രദേശമൊക്കെ ആയതുകൊണ്ട് പൊതുവെ താരതമ്യേന ചൂട് കുറവാണ്, മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ചൂട് കുറവാണ്. അതുകൊണ്ട് അവിടെ വേനൽക്കാല ടൂറിസമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ദുബായിലൊക്കെ ഉള്ളതുപോലെ മണലിലൂടെ സ്കീയിങ് നടത്തുക, അതല്ലെങ്കിൽ സൈക്ലിങ്, പിന്നെ അങ്ങനെ ട്രക്കിങ്, അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അവർ. ഇതെല്ലാം അവരുടെ ടൂറിസത്തിൻ്റെ മരുഭൂമി ടൂറിസം അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സ്കീയിങ് റിസോർട്ടിനെ അവർ സ്കോജന എന്ന് പേരിട്ടുകൊണ്ട് അതിൻ്റെ നിർമ്മാണം വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. സംഗതി മൊത്തത്തിൽ അടിച്ച് പൊളിക്കുകയാണ്. പക്ഷേ ഒരു കുഴപ്പമാണെന്ന് വെച്ചാൽ ഈ ഭീമമായ നിർമ്മാണ ചെലവുകളൊക്കെ സൗദിയുടെ ബജറ്റിനെ കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പദ്ധതിക്ക് വലിയ സാമ്പത്തിക വെല്ലുവിളികൾ ഇപ്പോൾ സൗദി നേരിടുന്നുണ്ട്. അത് പൊതുവെ സാധാരണ എല്ലാവർക്കും ഒരു വലിയ വീട് വെക്കുന്നവൻ തന്നെ കാശുണ്ടെങ്കിൽ പോലും സാമ്പത്തിക വെല്ലുവിളി നേരിടാറുണ്ടല്ലോ, അത് സ്വാഭാവികമാണ്. പക്ഷേ എന്ന് പറഞ്ഞാൽ അവർ ആ പദ്ധതിയിൽ നിന്ന് പുറകോട്ടൊന്നും പോവില്ല. താൽക്കാലികമായിട്ട് ചില ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ എണ്ണ ഇഷ്ടംപോലെ കിട്ടുന്നതുകൊണ്ട് ഒരു രൂപ വെച്ച് വില വിട്ട് വിറ്റാൽ പോലും ഇതിനുള്ള കാശ് അവർക്ക് ഈസി ആയിട്ട് കിട്ടും. അതിന് മാത്രം എണ്ണയാണല്ലോ വിൽക്കുന്നത്. പക്ഷേ ചിലവ് കുറയ്ക്കാൻ വേണ്ടി അവർ ഇന്ത്യക്കാരുൾപ്പെടെയുള്ള കുറേ ജോലിക്കാരെ കൂട്ടത്തോടെ പിടിച്ചുവിടുകയോ അല്ലെങ്കിൽ മറ്റ് സ്ഥലത്തേക്കൊക്കെ മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. അത് താൽക്കാലികമായിട്ട് ഈ സെറ്റ് പണിയുമ്പോൾ വളരെ അത്യാവശ്യമൊന്നുമില്ലാത്ത ഭാഗങ്ങളിലുള്ള തൊഴിലാളികളായിരിക്കും ചിലപ്പോൾ അവർ മാറ്റിയിട്ടുണ്ടാവുക. അത് വീണ്ടും ആവശ്യം വരുമ്പോൾ തിരിച്ചു വിളിക്കും അവരെ ജോലിക്കാരെ. ഈ മുഹമ്മദ് ബിൻ സൽമാനെ സംബന്ധിച്ച് അയാളുടെ അഭിമാനത്തിൻ്റെയും അയാളുടെ സ്വപ്നത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് വിഷൻ 2030 എന്നുള്ളത്. അതുകൊണ്ട് അയാൾ എന്ത് വില കൊടുത്തിട്ട് എന്ത് വിറ്റിട്ടും ചുറ്റിട്ടായാലും അയാളത് പണി തീർക്കും എന്നുള്ളതാണ് സത്യം. നല്ല ഒന്നാന്തരം സിറ്റിയാക്കി എടുക്കും. അല്ലാതെ ട്രംപും ഈ നെതന്യാഹുവും കൂടെ ഗസയെ വലിയ നഗരമാക്കും എന്ന് പറഞ്ഞ് ആ സ്ഥലം പിടിച്ചെടുത്ത് വിൽക്കാനുള്ള പ്ലാൻ പോലല്ല. അദ്ദേഹമൊക്കെ പറഞ്ഞാൽ അവർ അച്ചട്ടായിട്ട് ആ രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. മറ്റവരെ പോലെ കള്ളന്മാരല്ല. അവർ ഇല്ലാത്ത കാശോടെ ഉണ്ടാക്കും. കാശൊക്കെ ഈ ഷെയ്ക്കന്മാർക്ക് എന്ത് കാശിന് ബുദ്ധിമുട്ട്, രാജാക്കന്മാർക്ക് ഒക്കെ ചുമ്മാ ഇങ്ങനെ പറയും. അല്ലെങ്കിൽ 2 ദിവസം പണി നിർത്തി കഴിഞ്ഞാൽ പറഞ്ഞാൽ പത്രക്കാരെ അടിച്ചെടുക്കുക, സൗദിയിൽ കാശില്ല, പണി നിർത്തി കേട്ടോ. ഒരു കാര്യമില്ല, ഇഷ്ടംപോലെ കാശുണ്ട്. ഈ കോടിക്കണക്കിന് രൂപ വിലയുള്ള വിമാനം വരെ ഈ ഖത്തർ ഷെയ്ക്ക് ട്രംപിന് ചുമ്മാ കൊടുത്തു. അപ്പോൾ അത് എയർഫോഴ്സ് 1 വിമാനമാക്കാൻ വേണ്ടിയുള്ള പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് വലിയ പുള്ളിയെന്ന് പറഞ്ഞ് നടക്കുന്ന അമേരിക്കയ്ക്ക് വരെ ദാനം കൊടുക്കുകയാണ് അവർ. വിമാനം ഇത്രയും കോടിക്കണക്കിന് ഡോളർ വിലയുള്ള സാധനം കൊടുത്ത്. ആ അറബികളാണ് പറയുന്നത് അവരുടെ ഒരു സ്വപ്ന പദ്ധതിയും കൂടിയാണ് ഈ 2030 എന്നുള്ളത് വിഷൻ. അത് നിന്നുപോകും, അല്ലെങ്കിൽ അതിന് കാശില്ല, പണിയാൻ കാശില്ല എന്നൊക്കെ പറയുന്നത് വെറും പിടുത്തമാണ്. എന്തായാലും സൗദി പൊളിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.